അപ്പോൾ എന്താ പറയുക, ഇത് ഹായ് പറഞ്ഞില്ലല്ലോ. വാടൽ എന്തിനാ വെക്കണേ? മണ്ണ് വീടൊന്നും ചെയ്യരുത് അല്ലേ. കേട്ടോ നമ്മുടെ ചിക്കൻ ഇരിക്കുന്നേ മുകൾ ഭാഗം ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കളറ്. പക്ഷേ അടിഭാഗം ഒന്നും കുഴപ്പമില്ല, നല്ല അടിപൊളിയിൽ ഇരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ബക്കറ്റ് ചിക്കന്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ചും ലോക്ക്ഡൗൺ പീരീഡിലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത ഒരു റെസിപ്പി കൂടിയാണിത്. ഞങ്ങളുടെ പഞ്ചായത്ത് ഇപ്പോഴും ഹോട്ട്സ്പോട്ടിൽ പെട്ടിരിക്കുകയാണ്, അതായത് റെഡ് സോൺ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഒരു ബക്കറ്റ് ചിക്കൻ ട്രൈ ചെയ്യാമെന്ന്. പിന്നെ നോമ്പിൻ്റെ സമയമൊക്കെ ആവാനായില്ലേ, അപ്പോഴിനി ഇതൊന്നും ട്രൈ ചെയ്യാനുള്ള സമയം കിട്ടുകയില്ല. അപ്പോൾ ഞാനും എൻ്റെ ബ്രോയും കൂടിയിട്ടാട്ടോ ഈ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത്. ബക്കറ്റ് എവിടെ? അതാ ബക്കറ്റ് എല്ലാവരും ബോക്സോ ഒക്കെ ഉപയോഗിച്ചിട്ടല്ലേ ഉണ്ടാക്കല്. ഞങ്ങളിവിടെ ബക്കറ്റ് തന്നെയാട്ടോ ഉപയോഗിക്കുന്നത്. ബക്കറ്റിൻ്റെ പോലൊന്നും നോക്കരുത്. ഇതൊക്കെയാണ് ബക്കറ്റ് ചിക്കനൊക്കെ പറ്റിയത്. കാരണം നമ്മൾ കത്തിക്കൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ബക്കറ്റൊന്നും കേടുവരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പഴയൊരു വെള്ളം കോരുന്ന ബക്കറ്റാട്ടോ ഉപയോഗിക്കുന്നത്. ഈ ബക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാം അല്ലേ? മാരിനേറ്റ് ചെയ്യല്ലേ? എങ്ങനെയാണ് ഈ ബക്കറ്റ് ചിക്കനെ പറ്റിയിട്ട് ഈ അറിഞ്ഞത്? ഈ ബക്കറ്റ് ചിക്കനെ പറ്റിയിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ ബ്രോയനെ കേട്ടോ. എനിക്ക് വാട്സപ്പിൽ 2-3 പിക്ചേഴ്സും വീഡിയോ ലിങ്കും ഒക്കെ സെൻഡ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഫൈസൽക്ക് എന്നോട് പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യല്ലേന്ന്. പിന്നെ പെട്ടെന്ന് ബിസി ആയിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇവിടെ വന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വന്നാൽ എനിക്ക് പിന്നെ കമ്പനിക്ക് ആളുണ്ടല്ലോ, ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുകയാണേ. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം അല്ലേ? മാരിനേറ്റ് ചെയ്യല്ലേ? എത്ര പോകുന്ന ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്? 2 കിലോ. 2 കിലോയുടെ ചിക്കനാട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനെ നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്തെടുക്കാം അല്ലേ? ചിക്കനെ മാരിനേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ചിക്കനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക വേണം കേട്ടോ. കാരണം ഈ മസാലയ്ക്ക് ഇതിൻ്റെ അകത്തോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ചിക്കൻ ബ്രസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കുക. എന്നാലേ ഉള്ളൂ മസാലയൊക്കെ നന്നായിട്ട് അകത്തോട്ട് പിടിക്കുക. നമുക്കിത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. ഇനി കൂടുതൽ ഫ്ലഷ് വരുന്ന ഭാഗം ഫുള്ള് വരഞ്ഞു കൊടുക്കണം കേട്ടോ. നമുക്ക് തൈ പീസൊക്കെ വരഞ്ഞു കൊടുക്കാം. അതുപോലെ ഡ്രം സ്റ്റിക്ക് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനെ ഞാൻ മുഴുവനായിട്ട് വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഞാൻ ഇഞ്ചിയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 1.5 ഇഞ്ച് ഉണ്ടാവും. പിന്നെ 1 കുടം വെളുത്തുള്ളി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 നാരങ്ങ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പൗഡറുകൾ എടുക്കണം കേട്ടോ. 2-3 ഐറ്റം ഉണ്ട്. കുരുമുളക് പൊടിയാണിത്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഗ്രിൽ ചിക്കനൊക്കെ മല്ലിപ്പൊടി കഴിയുന്നത്ര ഒഴിവാക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൗഡർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ പൗഡറുകളൊക്കെ പാടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിലോട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത മസാല ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുക. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ എടുത്ത നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഞാനിതിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് വാട്ടറി ആവരുത്, ചിക്കനിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കാനുള്ളതല്ലേ. അപ്പോൾ കഴിയുന്നത്ര വെള്ളം ഇല്ലാതെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനൊരു നാരങ്ങ കൂടെ ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ മസാല വേണം നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ. നല്ല ഫ്ലേവർ വരുന്നുണ്ട് അല്ലേ മസാലയുടെ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ഫ്ലേവർ ഇല്ലേ? ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം അല്ലേ? മാരിനേറ്റ് ചെയ്യല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മസാല നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ അകത്തും പുറത്തും ഒക്കെ തേച്ച് പിടിപ്പിക്കണം.
ഈ ചിക്കനിൽ നമ്മൾ വരഞ്ഞു വെച്ച ഭാഗങ്ങളില്ലേ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. പിന്നെ കുറേ മസാലയൊന്നും അങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. കാരണം കുറേ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കരിഞ്ഞു പോവും, കരിഞ്ഞു പിടിക്കും ഇത് ചിക്കനിൽ. അപ്പോൾ കരിക്കട്ട ചിക്കനാവും. അതന്നെ. അപ്പോൾ കരിക്കട്ട ചിക്കൻ ആവുന്നതിൽ നല്ലത് നമുക്ക് കുറച്ച് മസാലയൊക്കെ കുറച്ചിട്ട് ഉണ്ടാക്കുന്നതല്ലേ നല്ലത് അല്ലേ, പറയൂ. അതെ. അപ്പോൾ നമുക്ക് ഈ ചിക്കനിൽ ഈ മസാല മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി വേണമെങ്കിലേ നമുക്കിതിലോട്ട് കളറൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് കളർ ചേർത്ത് ചിക്കൻ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നല്ല റെഡ് കളറൊക്കെ ചേർത്തിട്ടേ നല്ല കളർഫുൾ ചിക്കനാക്കാം. നമ്മൾ അൽഫഹാമൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കില്ലേ, നല്ല റെഡ് കളർ. പക്ഷേ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അതിന്. അപ്പോൾ ഞാൻ ഈ മസാല ഇതിൻ്റെ അകത്തുകൂടെ തേച്ച് പിടിപ്പിക്കുന്നുണ്ടേ. കാരണം അകത്തൂടെ തേച്ച് പിടിപ്പിച്ചാലേ ഉള്ളൂ ഉള്ളിലൂടെ ഒന്നും നല്ല ഫ്ലേവറൊക്കെ വരിക. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ നിറച്ചത് ഈ കഴിച്ചിട്ടുണ്ടോ? കോഴി നിറച്ചത് നമുക്കൊരു ദിവസം ഉണ്ടാക്കാം കേട്ടോ. ആ കോഴി നിറച്ചതിൽ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരു മസാലയൊക്കെ വയ്ക്കും. പിന്നെ 2-3 മുട്ടയൊക്കെ വയ്ക്കും. അത് എത്രത്തോളം സ്പേസ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ്. എന്നിട്ടാണ് അത് ഫ്രൈ അല്ലെങ്കിൽ വേവിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് അല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് കനലിൽ ചുട്ടെടുക്കുക. എല്ലാവരും ട്രൈ ചെയ്യുന്നതല്ലേ, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഏതായാലും നോമ്പിൻ്റെയൊക്കെ സമയമായി. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെയായിട്ട് ബക്കറ്റ് ചിക്കൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് റെസിപ്പി ആണെങ്കിലും കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അത് എന്ത് തന്നെ ആയാലും, അത് ചിക്കൻ ആയാലും അതിനി മട്ടൺ ആയാലും ബീഫായാലും കുറച്ച് സമയം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴത് നമുക്കൊരു അരമണിക്കൂറൊക്കെ വെക്കാം അല്ലേ. അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കാം അല്ലേ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ചിക്കന് മാരിനേറ്റ് ചെയ്തു അല്ലേ. ചിക്കന് നല്ല അടിപൊളി മസാലയൊക്കെ ഇട്ടിട്ടാട്ടോ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല മസാലയല്ലേ. അപ്പോൾ 2 ദിവസം മുമ്പ് ഗ്രില്ല് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചേർത്ത അതേ മസാലയാണ്. നല്ല ടേസ്റ്റാണ് ആ ഗ്രില്ലിങ്. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കന് ഞങ്ങളിവിടെ 2 സ്ക്യൂറൊക്കെ കുത്തിവെക്കുകയാണ് ചെയ്യാറ് പലരും. പക്ഷേ ഞങ്ങൾക്ക് സ്ക്യൂറൊന്നുമില്ല. അപ്പോൾ നമ്മൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് കിട്ടുന്ന സാധനമാണ് ഈർക്കിളി ഉപയോഗിച്ചിട്ട് അങ്ങ് കുത്തി വെക്കുക കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഈ 2 കാല് ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. ഈ 2 കാല് ഇവിടെ കാണുന്നുണ്ടാവില്ലേ, ഇതാ കണ്ടോ, കാണുന്നില്ലേ. അപ്പോഴിനി ഇവിടുന്ന് ഇത് കുത്തി വെക്കണോ? കുത്തി വെക്കണ്ടല്ലേ. ഇനി അപ്പം ഇനി കുത്തി വെക്കുന്നില്ലാന്ന് ഞാൻ ബ്രോ പറഞ്ഞാൽ പിന്നെ വേറൊരു ഇതില്ല. ഇതിൻ്റെ എൻഡ് ഞാനൊന്ന് കൂർപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാട്ടോ ഞാൻ കുത്തി എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇത് നമുക്ക് നേരെ കമ്പിയിൽ കോർക്കാം അല്ലേ. അപ്പോൾ റെഡി അല്ലേ, കുഴി വെച്ച് റെഡിയാക്കിയത് എല്ലാം കോർത്തെടുക്കാൻ. അപ്പോൾ ബ്രോ റെഡി, ഞാനും റെഡി. അപ്പോൾ നമുക്ക് വേഗം വേവിച്ചെടുക്കാം. ടൈം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബക്കറ്റും ചിക്കനൊക്കെ ഏകദേശം ഒരേ വലുപ്പാട്ടോ. അപ്പോൾ ചെറിയൊരു കുഴി ഉണ്ടാക്കുകയാണ് ഞങ്ങൾ. എന്നാൽ പിന്നെ ചിക്കൻ ഒന്ന് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ബക്കറ്റിൻ്റെ വലുപ്പത്തിൽ തന്നെ നിൽക്കുമല്ലോ. അല്ലെങ്കിൽ ബക്കറ്റിൽ ചിക്കൻ തട്ടിയാൽ ചിക്കൻ കരിഞ്ഞു പോകും. പിന്നെ ബക്കറ്റ് ചിക്കൻ ആവില്ല, പിന്നെ എന്ത് ചിക്കനാവും, കരിഞ്ഞ ചിക്കൻ അല്ലേ, കരിക്കട്ട ചിക്കനാവും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കാണിത്. അപ്പോൾ വാഴയില വെക്കാം അല്ലേ. ഈ വാഴയില എന്തിനാ വെക്കണേ? ചിക്കനിൽ മണ്ണ് നിലത്തുനിന്ന് മണ്ണൊന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി ബാംബൂ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു കമ്പിയാണ് ഉള്ളത്. അപ്പോൾ ഈ കമ്പി ഞങ്ങൾ അടിച്ചിറക്കുകയാണ് താഴോട്ട്. വേഗം പോകണ്ടില്ലേ, നനവുണ്ട്. ഇന്നലെയൊക്കെ മഴ പെയ്തായിരുന്നില്ലേ. ചെരിഞ്ഞോ കമ്പി? ചുറ്റിക്കില്ലാത്ത ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം ഞങ്ങൾ എന്താണ് കൊടുവാൾ എടുത്തു അല്ലേ. മടാൾ ഉപയോഗിച്ച് അടിച്ചിറക്കി. അടിക്കേണ്ട ആവശ്യകത വന്നുപോയി. ചുറ്റിക എവിടെ? ചുറ്റിക ഫ്രണ്ട് മുക്കിയോ? എവിടെ പോയി? ലോക്ക്ഡൗൺ ആയിട്ട് പോയതാ. ഇനി എന്താ ചെയ്യാ? കോർത്തേക്ക്. എന്നാ കോർക്കല്ലേ. ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കാം. ഒന്ന് താഴ്ത്തി വെച്ചോ. യെസ്. ഇനി ബക്കറ്റ് കൊണ്ട് അടച്ചു വെച്ചിട്ട് ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് കൂടെ വെക്കണം അത്ര. അപ്പോൾ വെയിറ്റ് കൂടെ വെച്ചതിന് ശേഷമാണ് കത്തിക്കുന്നത്. ഇനി തീ കത്തിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം.
ഏകദേശം ഒരു 15-20 മിനിറ്റ് അല്ലേ? അപ്പോഴേക്കിനും വേവുന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി ആവുമോ ആവൂല എന്നുള്ള പ്രതീക്ഷയിലാട്ടോ. എന്തായാലും നമുക്ക് സക്സസ് ആവണ്ടേ, എന്ത് ചെയ്താലും സക്സസ് ആവണം. അപ്പോൾ നമ്മൾ ബക്കറ്റ് ചിക്കൻ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാവും. ഒന്ന് പൂച്ച വിളിച്ച പൂച്ച വേഗം റെഡി ആവട്ടെ അല്ലേ നമ്മുടെ ബക്കറ്റ് ചിക്കന്. കെടാൻ തുടങ്ങിയോ? പറയണോ? പിടിച്ചോ? നീ കേട്ടില്ല അല്ലേ? ഇപ്പം എത്ര 20 മിനിറ്റ് ആയില്ലേ? നമ്മൾ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടോ. ഇനി ഞങ്ങളത് എന്താ പറയുക, തുറക്കുകയാണ്. കൂടുതൽ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോവുകയെല്ലാം ചെയ്താലോ, പിന്നെ കരിച്ചിക്കൻ കഴിക്കേണ്ടി വരും. കാണുന്ന പോലെ അത്ര സുഖമുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഈ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ. ഇത്രയും ചൂടുന്ന് ഇനി ആ ചിക്കൻ എടുക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. ഈ കരിഞ്ഞ കരിയുടെ സ്മെല്ല് വരൂലേ? നല്ല പുകയും. ഇത് കത്തിച്ചെടുക്കാനൊക്കെ ശരിക്കും ആദ്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ. എന്താ നമ്മുടെ വാഴയിലൊന്നും കാണാൻ പോലും ഇല്ല. അല്ല, ചിക്കൻ കരിയായിരുന്നാൽ മതിയായിരുന്നു. എന്താ പോക? ആ കല്ലെടുക്ക്, നോക്കിയെടുക്കേ. യെസ് നമ്മുടെ ചിക്കൻ കറക്റ്റ് നമ്മൾ എത്ര 20 മിനിറ്റ് വെച്ചത് അല്ലേ? കറക്റ്റ് കേട്ടോ, വെന്തിട്ടുണ്ട്. മുകൾ ഭാഗം കളർ മാറിയോ? പക്ഷേ ഒരുപാട് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ അൽഫാമൊക്കെ വാങ്ങിക്കില്ലേ, അപ്പോഴുള്ള അതേപോലെ തന്നെ അല്ലേ? നമുക്ക് അതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ, നല്ല ചൂടാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ഇരിക്കുന്ന മുകൾ ഭാഗം ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കളറ്. പക്ഷേ അടിഭാഗമൊന്നും കുഴപ്പമില്ല, നല്ല അടിപൊളിയിൽ ഇരിക്കുന്നുണ്ട്. ഈ ചൂടിൽ എടുക്കാറിനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ബക്കറ്റ് ഞങ്ങൾ തട്ടിയിട്ടിരിക്കുക കേട്ടോ. ഫ്രണ്ട്സ്, ഒരു ചൂട് പറയട്ടെ, എന്നിട്ട് അങ്ങ് എടുക്കാം അല്ലേ? നമ്മുടെ ചിക്കൻ എടുക്കുക കേട്ടോ. യെസ്, കുക്കായിട്ടുണ്ട്. ഇവിടെ കുക്കായിട്ടുണ്ട്. ഒരുപാട് അരിഞ്ഞു പോയിട്ടൊന്നുമില്ല. എന്തായാലും രക്ഷപ്പെട്ടു, പടച്ചോൻ കാത്തു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒരു ടേസ്റ്റൊക്കെ ചെയ്യണ്ടേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്ന് പറയാം, ഞങ്ങൾ ഒരുപാട് പേടിച്ചിരിക്കുകയായിരുന്നു ചിക്കന് കരിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ചിക്കൻ വേവില്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു. കറക്റ്റ് 20 മിനിറ്റാണ് വെച്ചത്. ഇവിടെ കുറച്ച് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, പക്ഷേ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ കറക്റ്റ് പരിവാണ്. മസാല ഒന്നും അങ്ങനെ കരിഞ്ഞു പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഈ ബക്കറ്റ് ചിക്കനെ ഞാൻ സെർവ് ചെയ്യുന്നത് മയണൈസിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയാണ്. ചപ്പാത്തിയാണ് ഇന്ന്. ഞങ്ങൾ കുബൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ കുബൂസൊന്നും ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ഇവിടെയൊക്കെ ലോക്ക്ഡൗൺ ടൈമല്ലേ, ഇത് ഞങ്ങളുടെ റെഡ് സോണാണ്. അപ്പോൾ റെഡ് സോണിൽ ഷോപ്പുകളൊന്നും അങ്ങനെ തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ? ആകെ വെയിൽ കൊണ്ടിട്ട് വിയർത്ത് കുളിച്ച്, പിന്നെ ചൂട്, നല്ല ചൂടാട്ടോ ഒന്ന്. ആകെ വിയർത്ത് കുളിച്ചു. അപ്പോൾ എന്നാൽ ടേസ്റ്റ് നോക്കിക്കോ. കൂടുതൽ പണിയെടുത്തത് എൻ്റെ ബ്രോ ആണേ. അപ്പോൾ ബ്രോ തന്നെ ടേസ്റ്റ് നോക്കട്ടെ. കണ്ടോ, കുക്കായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കറക്റ്റ് കിട്ടണില്ലേ? ജസ്റ്റ് മയണൈസിൽ മുക്കിയിട്ട് ടേസ്റ്റ് നോക്കൂ. അടിപൊളിയായിട്ടില്ലേ? നല്ല മസാലയല്ലേ? നല്ല കിഡിലെ മസാല കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ എന്താ ചെറുള്ളി ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മുടെ സാധാരണ മസാല ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുള്ളത്. ഞാനൊരു പൊട്ടെടുക്കട്ടെ. കണ്ടോ, കറക്റ്റിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഓവർ കുക്കായിട്ടില്ല. കൊള്ളാം. മസാലയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ട്രെൻഡി വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. അതെ, അൺഇൻസ്റ്റാൾ ചെയ്തോ? ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഞങ്ങളുടെ ഈ ബക്കറ്റ് ചിക്കൻ വ്ളോഗ്? ഇനിയിപ്പോൾ നോമ്പൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും വീഡിയോസും ഒക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം.
താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. അപ്പോൾ ഇനി ഒരുപാട് ടൈമൊന്നുമില്ല, നല്ലതായിട്ട് ഇരുട്ടായി വരുന്നുണ്ട്. അപ്പോൾ വേഗം ചിക്കൻ കഴിക്കാം കേട്ടോ. ഞങ്ങൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായി അല്ലേ? ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.